ഹലോ. അപ്പോൾ നമ്മളുടെ അടുത്ത ഒരു വിഷുക്കാലം കൂടെ വന്നു. സത്യം പറഞ്ഞാൽ ഈ വിഷു എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ വിചാരിച്ച് കുറച്ചധികം വീഡിയോസൊക്കെ എടുത്ത് നല്ല രീതിക്ക് ഒരുങ്ങി അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 കാര്യങ്ങൾ കൊണ്ട് എല്ലാം നമ്മളുടെ പെൻഡിങ് ആയി കിടക്കുക. നമ്മൾ ആഘോഷത്തിലൊന്നും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. അതിങ്ങനെ മേലെ പോയി പൊട്ടണ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളി സംഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തിനാ കുറേ പടക്കമൊക്കെ വാങ്ങണം തോന്നി. ഇങ്ങനത്തെ കുറച്ച് അധികം ഷോർട്സ് വാങ്ങിയാൽ തന്നെ അടിപൊളിയായിരിക്കും തോന്നുന്നു. അമ്മാതിരി രസം ഉണ്ടായിരുന്നു ഇത് കണ്ടു നിൽക്കാൻ തന്നെ. നമ്മളുടെ 2 പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പാലക്കാട് ഒടുക്കത്തെ ചൂടാണ്. അത് എൻ്റെ മാത്രം പ്രശ്നമല്ല. പക്ഷേ അങ്ങനെ എനിക്ക് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് എത്ര വേണേലും തണുപ്പ് പിന്നെയും സഹിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ചൂടാ കിളി പോയ ഒരു അവസ്ഥയാണ്. കാരണം നമ്മളുടെ മൈൻഡൊക്കെ സോൺ ഔട്ടായി പോണ ഒരു ഒരു പ്രത്യേക തരം ഒരു അവസ്ഥ. എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഒരു ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു എനർജി കുറച്ച് ലോ ആവും. എന്ന് വെച്ചാൽ ഫോണിൽ സ്റ്റോറേജ് കൂടിയിട്ട് നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അലേർട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്യാവശ്യം കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു. എങ്കിൽ പോലും ശരിക്കും ഇപ്പോഴും പഴയ ആ ഒരു ഫോണിൻ്റെ കണ്ടീഷനിലേക്ക് എത്തണില്ല. അപ്പോൾ ഇനിയും കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കുറേ സംഭവങ്ങളൊക്കെ ചെയ്താലേ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി വിഷു ദിനത്തിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. രാവിലെ ശിവക്ഷേത്രത്തിലാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അമ്പലത്തിൻ്റെ വെളി മുതലേ ലൈൻ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നിന്നു. കാരണം അവിടെ നിന്ന് ₹1 കൈനീട്ടം തരും. അത് സ്പെഷ്യലാണ്. അപ്പം നമ്മൾ അത് വാങ്ങാൻ വേണ്ടി നിന്നു. ഇതങ്ങനെ കുളത്തിൻ്റെ നടുക്കുള്ളൊരു അമ്പലമാണ്. ചുറ്റുമായിട്ട് എല്ലാവിടെയും നല്ല തിരക്കാണ്. സത്യം പറഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്ക് തന്നെ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ടും കിടക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും കിടക്കാൻ പറ്റാത്ത അത്ര തിരക്കുണ്ടായിരുന്നു അമ്പലത്ത്. പിന്നെ തിരിച്ചു വരുന്ന വഴി നമ്മൾ ഒരു വിനായകന്റെ അമ്പലത്ത് ഒരു വേല പോലെ നടക്കുന്നുണ്ടായിരുന്നു. ആനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ വീടെത്തി വിഷുവിന് കണി കാണാൻ വെച്ച കുറച്ച് പഴങ്ങളൊക്കെ കഴിച്ച്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങപ്പഴമാണ്. നല്ല മധുരമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം അത്രയൊക്കെയുള്ളൂ വിഷു ദിനത്തിനെ കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും ബായ്.